സിപ്പി പള്ളിപ്പുറം എഴുതിയ ഒരു നല്ല കഥയാണ് ഇന്ന് നിങ്ങൾക്കായി വായിക്കുന്നത്. കടലിൻ്റെ ഇരമ്പലും സമരപ്പന്തലിൽ നിന്നുയരുന്ന മുദ്രാവാക്യം വിളികളും കേട്ടുകൊണ്ടാണ് ജസീലക്കുട്ടി കണ്ണു തുറന്നത്. അവൾ കണ്ണു തിരുമ്മി നാലുപാടും നോക്കി. തൻ്റെ അപ്പനും അമ്മയും ചേട്ടനും എവിടെ? താമസിക്കുന്ന ഗോഡൗൺ മുറിയിൽ അവരെ കാണുന്നില്ലല്ലോ. അവരെല്ലാം ഇത്ര നേരത്തെ എങ്ങോട്ട് പോയി? ഇന്നു തൻ്റെ പിറന്നാളാണ്. എന്നിട്ടും തന്നെ വിളിച്ചുണർത്താതെ അവർ എങ്ങോട്ടാണ് പോയത്? അവർ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രിൻസി ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി, എൻ്റെ അപ്പയും അമ്മയും ചേട്ടനും എങ്ങോട്ട് പോയി? അവരിപ്പം വരും. അവർ നമ്മുടെ സമരപ്പന്തലിലേക്ക് പോയതാണ്. ഇന്ന് നിന്റെ പിറന്നാളല്ലേ? വന്നിട്ട് നിന്നെ പൂന്തുറപ്പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് നിന്റെ അമ്മ പറയണ കേട്ടു, പ്രിൻസി ചേച്ചി പറഞ്ഞു. സമരപ്പന്തലിൽ എത്ര നേരത്തെ പോയതെന്തിനാ? ജസീലക്കുട്ടി ചോദിച്ചു. ഇന്നവിടെ ദയാബായി പ്രസംഗിക്കാൻ വരണുണ്ട്, അത് കേൾക്കാൻ പോയതാ, പ്രിൻസി ചേച്ചി വിശദമാക്കി. ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ ജസീലക്കുട്ടിയുടെ അപ്പനും അമ്മയും ചേട്ടനും വന്നെത്തി. മോളെ, വേഗം ഒരുങ്ങിക്കോ, നമുക്ക് പൂന്തുറപ്പള്ളിയിൽ പോകാം, അമ്മ പറഞ്ഞു. അമ്മേ, പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്കൊരു പിറന്നാൾ കേക്ക് വാങ്ങിക്കണം. ജസീലക്കുട്ടി ചിണുങ്ങി. അത് കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, കടലിൽ തോണി ഇറക്കിയിട്ടും പണിയെടുത്തിട്ടും നാളെ എത്രയായി? തുറമുഖ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ കൂട്ടരെ അവർ ഒഴിപ്പിച്ചില്ലേ? അവർ പറഞ്ഞത് സത്യമായിരുന്നു. വിഴിഞ്ഞം കടൽ തീരത്ത് വെറുതിയുടെയും കഷ്ടപ്പാടിൻ്റെയും ദിനങ്ങളായിരുന്നു. തലമുറകളായി ബന്ധനം കൊണ്ട് കഴിഞ്ഞു വന്നിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു. പരിസ്ഥിതി താളം തെറ്റിയതോടെ കടലമ്മ കോപിച്ചു. തീരവാസികളുടെ വീടുകളിൽ പലതും കടലമ്മ കൊണ്ടുപോയി. കടലിൽ പണിയെടുത്തിരുന്ന പാവം തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ കഴിയാതെയായി. തൊഴിലും കിടപ്പാടവും നഷ്ടപ്പെട്ട അവരെ അധികാരികൾ പഴയ സിമന്റ് ഗോഡൌണുകളിലും വാടക വീടുകളിലും താമസിപ്പിച്ചു. അതോടെ പലരും ശ്വാസകോശ രോഗികളായി. ചിലർക്കൊക്കെ ക്യാൻസർ പിടിപെട്ടു. വാടക വീടുകളിൽ അഭയം തേടിയവരെ വാടക കുടിശ്ശികയുടെ പേരിൽ കുടിയിറക്കി വിട്ടു. അതോടെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം കണ്ണീർ മഴയായും പെയ്യാൻ തുടങ്ങി. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വിഴിഞ്ഞം തുറമുഖത്ത് സമരപ്പന്തലുയർന്നു. ആ സമരമാണ് ജസീലക്കുട്ടിയുടെ വീടിന് സമീപം നടക്കുന്നത്. കേക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പിടി പൂക്കളെങ്കിലും പൂന്തുറ മാതാവിന് സമർപ്പിക്കണമെന്ന് ജസീലക്കുട്ടി വിചാരിച്ചു. പൂക്കൾ തേടി അവർ തീരത്തെങ്ങും ഓടി നടന്നു. പക്ഷെ ആ തീരത്ത് നിന്ന് ഒരു കുഞ്ഞു പൂ പോലും അവൾക്ക് കിട്ടിയില്ല. കണ്ണീരോടെ മടങ്ങി വന്ന മകളോട് അവളുടെ പപ്പ പറഞ്ഞു. മോളെ, ഈ അപ്പൂപ്പൻ കുട്ടിക്കാലത്ത് എനിക്ക് തന്ന ഒരു സ്വർണ്ണ കാശുരൂപം ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെൻ്റെ മോൾക്ക് ഞാൻ പിറന്നാൾ സമ്മാനമായി നൽകാം. കാശുരൂപം കിട്ടിയപ്പോൾ ജസീലക്കുട്ടിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. അവൾ ആ കാശുരൂപം പൂന്തുറപ്പള്ളിയിലെ മാതാവിനെ സമർപ്പിച്ചു. എന്നിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, വിഴിഞ്ഞത്തിൻ്റെ തീരാദുഃഖത്തിന് നീ അറുതി വരുത്തണമേ. എൻ്റെ പിറന്നാൾ പ്രാർത്ഥന കേൾക്കണമേ. മകളുടെ അപേക്ഷ കേട്ട് ആ കുടുംബം കോരിത്തെരിച്ചു.